നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോൺഗ്രസ്. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച്. CPM ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. ഷൊർണൂർ ആറാണിയിലെ കരിങ്കൽ ക്വാറിയിൽ യുവതിയുടെ മൃതദേഹം. മരിച്ചത് കൂനത്തറ പോണാട് സ്വദേശിനി അലീന. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ക്വാറി ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റം തടയണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. വില കുതിച്ചുയർന്നതോടെ ഏറ്റെടുത്ത നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പാലക്കാട് ജില്ലയിലെ ക്വാറി ഉൽപ്പന്നങ്ങൾ അനിയന്ത്രിതമായി മറ്റ് ജില്ലകളിലേക്ക് കടത്തുന്നത് തടയണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. CPM ഇന്ന് രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞുവെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. BJPക്കും CPMനും ഒരേ മുഖമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ MP. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കുക, മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. 5 വിളക്ക് പരിസരത്തു നിന്ന് മാർച്ച് ആരംഭിച്ചു. മാർച്ചിന് ശേഷം നടന്ന ധർണ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. CPM ഇപ്പോൾ ഒരു പാർട്ടിയല്ല, രണ്ട് വിഭാഗങ്ങളാണെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. BJPക്കും CPMനും ഒരേ മുഖമാണ്. പിണറായി VS വിഭാഗീയതയല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. പാർട്ടിയെയും രക്തസാക്ഷികളെയും സ്നേഹിക്കുന്നവരും ഭരണം ആഗ്രഹിക്കുന്നവരും എന്ന രീതിയിൽ ഇരുവിഭാഗങ്ങളായി CPM അധപ്പതിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതർക്കുള്ള പങ്ക് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ജയിലിലായ പത്മകുമാർ പുറത്തെത്തിയാൽ പലതും വിളിച്ചു പറയുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പറയാൻ ഒരു മറുപടി ഉണ്ടോ? നടത്താൻ ഒരു പത്രസമ്മേളനം ഉണ്ടോ? എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഇനി അതും വേണ്ട. ഗ്യാസിന് സിലിണ്ടറിന് 400 ആയപ്പോ ഇവിടെ കുറ്റി കൊണ്ട് റോട്ടിലിറങ്ങിയിരുന്ന പല BJP നേതാക്കന്മാരും ഇത് 1000 കടന്നിട്ട് ഈ തെരുവിലെവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പൊ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അതിന് പകരം നേരിട്ട് വന്ന് കുത്തിത്തിരിപ്പിനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഒരു പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് ആണ്, മുസ്ലിം കോൺഗ്രസ് ആണെന്നൊക്കെ ഒരു പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുക. ആ പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുന്നതിന്റെ മുമ്പേ അതിന്റെ ടീസർ ആരാ പുറത്തുവിട്ടത്? രാജീവ് ചന്ദ്രശേഖരനല്ല. അതിന്റെ ടീസർ ആരാ പുറത്തുവിട്ടത്? സുരേന്ദ്രനല്ല. അതിന്റെ ടീസർ ആരാ പുറത്തുവിട്ടത്? VV രാജേഷ് അല്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ടീസർ പുറത്തുവിടുന്നത് സജി ചെറിയാനാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്ന് ഒരു CPMന്റെ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടന തൊട്ട് അധികാരമേറ്റൊരു മന്ത്രി പ്രസംഗിക്കുമ്പോ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. CPMഉം BJPയും തമ്മിലടിപ്പിക്കാൻ നിൽക്കുന്നു, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നു. രണ്ടുപേരുടെയും ഒരേ അജണ്ട, ഒരേ ശബ്ദം, ഒരേ ഛായ. അതിനെ രണ്ടിനെയും തൂത്തെറിയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നു. ആ ജനങ്ങളിടയിലേക്കാണ് ഈ ധർമ്മസമരവുമായി കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും ഇന്ന് ജില്ലകളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പാലക്കാട്ടെ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം CP മുഹമ്മദ്, KPCC ജനറൽ സെക്രട്ടറിമാരായ C. ചന്ദ്രൻ, പ്രൊഫസർ KA. തുളസി, നിർവാഹക സമിതി അംഗം CV. ബാലചന്ദ്രൻ, TH. ഫിറോസ് ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ആറാണിയിലെ ഉപയോഗശൂന്യമായ കരിങ്കൽ ക്വാറിയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കൂനത്തറ പോണോട് സ്വദേശിനി 24-കാരിയായ അലീന ജോൺസന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ ആറാണിയിലുള്ള ഉപയോഗശൂന്യമായ കരിങ്കൽ ക്വാറിയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൂനത്തറ പോണാട് കരിങ്കാണമറ്റം വീട്ടിൽ 24 വയസ്സുള്ള അലീന ജോൺസന്റെ മൃതദേഹമാണ് ക്വാറിയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണി മുതൽ അലീനയെ കാണാതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു. വീട്ടിൽ നിന്നും അല്പദൂരത്തുള്ള ആറാണിയിലെ ക്വാറിയിലാണ് മൃതദേഹം രാവിലെ കാണാനായത്. പുലർച്ചെ മുതൽക്ക് തന്നെ ബന്ധുക്കൾ അലീനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടി ഒറ്റപ്പാലം താലൂക്ക് തഹസിൽദാർ അബ്ദുൾ മജീദിന്റെ സാന്നിധ്യത്തിൽ ഷൊർണൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് മൃതദേഹം കരക്കെത്തിച്ചത്. ഷൊർണൂർ പോലീസ് SI സേതുമാധവന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ക്വാറി ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം മൂലം ഏറ്റെടുത്ത നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. പാലക്കാട് ജില്ലയിലെ ക്വാറി ഉൽപ്പന്നങ്ങൾ അനിയന്ത്രിതമായി മറ്റ് ജില്ലകളിലേക്ക് കടത്തുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണെന്നും
CWSA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അധികാര സ്ഥാപനങ്ങളെയും ജില്ലാ ഭരണകൂടത്തെയും വെല്ലുവിളിച്ചാണ് ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് അനിയന്ത്രിതമായി വില വർദ്ധിപ്പിക്കുന്നതെന്ന് CWSA ജില്ലാ സെക്രട്ടറി ബിജു ചാർലി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വില നിയന്ത്രിക്കാനായി കലക്ടർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ക്വാറി ഉടമകൾ അന്യജില്ലകളിലേക്ക് രാത്രികളിൽ ഉൽപ്പന്നങ്ങൾ കടത്തുകയാണ്. മറ്റ് ജില്ലകളിലെ വിപണിയെ ലക്ഷ്യമിട്ട് ജില്ലയിലെ ക്വാറികളിൽ വൻതോതിൽ ചൂഷണം നടക്കുന്നു. ഇക്കാര്യങ്ങൾ ഭരണാധികാരികളെ അറിയിച്ചിട്ടും നടപടിയില്ല. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒട്ടുമിക്ക ക്വാറികളും അടച്ചുപൂട്ടിയെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടെന്ന് സർക്കാർ വിശദീകരിക്കണം. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലെ കുറവും നിർമ്മാണത്തെ ബാധിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ മേഖലയെ സർക്കാർ തന്നെ തകർക്കുന്ന സമീപനത്തിനെതിരെ ജനുവരി 28-ന് കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും ബിജു ചാർലി പറഞ്ഞു. കാരണം മാർച്ച് മാസം വരെ അവർക്കത് കൂട്ടാനുള്ള ഒരു അനുമതി കൊടുക്കുന്ന പോലൊരു പ്രവർത്തനമാണ്. അപ്പൊ അതിനെതിരെ നാളെ കളക്ടറേറ്റിലേക്ക് ഒരു ധർണ വെച്ചിരിക്കുകയാണ്. കളക്ടർക്ക് ഒരു നിവേദനം കൊടുക്കണം. കഴിഞ്ഞ തവണ ഇതേപോലെ കളക്ടറുടെ ആഭിമുഖ്യത്തിലൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ക്രഷർ ഓണേഴ്സുമായിട്ടൊരു മീറ്റിംഗ് വിളിച്ചു. അപ്പൊ അതിലൂടെ കളക്ടറുടെ മുമ്പിൽ തന്നെ കളക്ടർ പ്രഖ്യാപിച്ചു അങ്ങനെ വില കൂട്ടാൻ പറ്റില്ല, 3 രൂപ കൂട്ടാനുള്ള ഒരു നിയമമാണ്, അനുമതിയാണ് കളക്ടർ കൊടുത്തത്. പക്ഷെ അവർ ദാർഷ്ട്യത്തോടു കൂടി അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേദിയിൽ വെച്ചിട്ട് അവർ ഇറങ്ങിപ്പോകുന്ന സമീപനമാണ്. അപ്പൊ അവരവരുടെ സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ ഇതുപോലെ തന്നെ നടത്തും, ബാക്കിയുള്ളവരിത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലാണ് സംഭവിച്ചത്. കാരണം ഇവിടുത്തെ ബോർഡർ ബേസ് ചെയ്തിട്ടുള്ള ക്രഷറുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കൃത്യമായിട്ട് ഇവിടുന്ന് നമ്മുടെ ജില്ലയ്ക്ക് കിട്ടേണ്ട ഉൽപ്പന്നങ്ങളാണ്. അതിന് പരിഗണന കൊടുക്കാതെ നമ്മുടെ തെക്കൻ ഭാഗത്തു നിന്നുള്ള പെരുമ്പാവൂര്, എറണാകുളം, കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള ക്രഷർ മുതലാളിമാരുമാണ് ഇവിടെ വന്നിട്ട് ഈ ക്രഷറുകളെ ഏറ്റെടുത്തത്. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KH തരായക്കുട്ടി, P കുട്ടൻ, V രാജു, T രാജാമണി, C സുരേഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. 1/7/2024 മുതൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉടൻ ലഭ്യമാക്കുക എന്നിവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ഓങ്ങല്ലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ചൊവ്വാഴ്ച രാവിലെ ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത് ഗുണകരമല്ല, പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമല്ല എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ സംഘടന അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. എന്നാൽ 800 രൂപയും 14.57% ടാക്സ് എന്ന് പറയുമ്പോൾ 1000 രൂപയായി 2 ലക്ഷം രൂപയുടെ സഹായമാണ് കിട്ടുക. അപ്പോൾ ആ നിലയ്ക്ക് അന്നത്തെ 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1000 രൂപയുടെ വില അല്ല ഉള്ളത്. ഇതിനേക്കാളൊക്കെ വലിയ വിലയുള്ള ഒരു കാലത്താണ് അത് വന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സംഘടന ഇതിനോട് ശക്തമായി പ്രതികരിച്ചു പറഞ്ഞാൽ ഈ ആനുകൂല്യങ്ങൾ പോരാ എന്നുള്ള നിർദ്ദേശമാണ് വെച്ചത്. വിശിഷ്ടാതിയായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ പങ്കെടുത്തു. 80 വയസ്സു കഴിഞ്ഞ പെൻഷൻകാരായ N ശിവശങ്കരൻ നായർ, E പാർത്ഥസാരഥി എന്നിവരെ PP വിജയൻ പൊന്നാടയണിച്ച് ആദരിച്ചു. AK അജിതകുമാരി ടീച്ചർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി KM ഗംഗാധരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KM നന്ദകുമാരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. KM ഗംഗാധരൻ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ KV ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K രാജേന്ദ്രൻ മാസ്റ്റർ, ബ്ലോക്ക് സെക്രട്ടറി AS വിജയൻ, M രാമേന്ദ്രൻ, K ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KV ഹരിദാസ്, സെക്രട്ടറിയായി M കമലം, ട്രഷററായി KM നന്ദകുമാരൻ തുടങ്ങിയവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. 1/7/2024 മുതൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ ലഭ്യമാക്കുക, PFRDA നിയമം പിൻവലിക്കുക തുടങ്ങിയവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU കോട്ടായി യൂണിറ്റ് 34-ാം വാർഷിക സമ്മേളനം കോട്ടായി മേജർ റോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് C വാസു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. V രവീന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റ് അംഗം രമേശ് മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു.
യൂണിറ്റ് സെക്രട്ടറി പി മാധവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ മുഖ്യ രക്ഷാധികാരി CM വർഗീസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി സുരേന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. ടി അനന്തകൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ പ്രഭാകരൻ മാസ്റ്റർ ഭരണാധികാരിയായി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി രാധാമോഹൻ സ്വാഗതവും ദേവദാസ് നന്ദിയും പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് C വാസു മാസ്റ്റർ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. A ലക്ഷ്മിക്കുട്ടി ടീച്ചർ പ്രാർത്ഥനാകാലം ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഫാർമസി മേഖലയിലെ ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഫെബ്രുവരി 2-3 തീയതികളിൽ പ്രൈം ഫാർമ കോൺക്ലേവ് സംഘടിപ്പിക്കും. 11 വിഷയങ്ങളിലായി 100-ലധികം പ്രബന്ധങ്ങൾ കോൺക്ലേവിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ CI സജിത് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രൈം കോളേജ് ഓഫ് ഫാർമസിയുടെ സഹകരണത്തോടെ പ്രൈം കോളേജ് ക്യാമ്പസിലാണ് കോൺക്ലേവ്. പുതിയ മരുന്നുകളുടെ കണ്ടെത്തൽ, ഫാർമസ്യൂട്ടിക്കൽ ഗവേഷണം, നാച്ചുറൽ പ്രൊഡക്ട്സ്, AI, ഡിജിറ്റൽ ഫാർമസി, ഡ്രഗ് ഡെലിവറി സിസ്റ്റം, റെഗുലേറ്ററി സയൻസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അവതരിപ്പിക്കും. ഇന്ത്യയിലെയും വിദേശത്തെയും ഗവേഷകർ പങ്കെടുക്കുന്ന കോൺക്ലേവിൽ ഗവേഷണം നടത്തുന്നവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരവും ലഭിക്കും. കോൺക്ലേവിൽ പങ്കെടുക്കാനായി അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ ഉൾപ്പെടെ 700ഓളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഡോക്ടർ സാജിദ് അറിയിച്ചു. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫാർമ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺഫറൻസാണ്. ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഫ്രണ്ടയേഴ്സ് ഇൻ ഡ്രഗ് ഡിസ്കവറി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസാണ്. പുറമെ ഈ പ്രോഗ്രാമിൽ സെപ്പറേറ്റ് വർക്ക്ഷോപ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അനിമൽ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ്. ലബോറട്ടറി അനിമൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഗവേഷണത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, ഇങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പാണ്. വേറൊരു വർക്ക്ഷോപ്പ് ഇവർക്ക് അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ്. പുറമെ ഇതിൽ പങ്കെടുക്കുന്ന റിസർച്ച് സ്കോളേഴ്സിനും സ്റ്റുഡൻസിനും ഈവൻ ടീച്ചേഴ്സിനും എല്ലാം അവർ ചെയ്യുന്ന ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുള്ള സെപ്പറേറ്റ് പ്രോഗ്രാമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് TM ജയൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ഗൗരി ശങ്കർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുഹമ്മദ് ഹാരിഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കലാമണ്ഡലം കേശവഗീതാനന്ദൻ അനുസ്മരണവും അവാർഡ് ദാനവും ജനുവരി 28-ന് നടക്കും. അനുസ്മരണ സമ്മേളനം വൈകിട്ട് 5-ന് കൂത്തമ്പലത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റ് ഭാരവാഹികൾ ചെറുതുരുത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുള്ളൽ കലയെ അനശ്വരമാക്കി അരങ്ങിൽ ആടിപ്പൊലിഞ്ഞ പ്രതിഭ കലാമണ്ഡലം ഗീതാനന്ദന്റെ വേർപാടിന്റെ 8ാം വാർഷികമാണ് ജനുവരി 28. കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണവും തുള്ളൽ കലാകാരന്മാർക്കുള്ള പുരസ്കാര സമർപ്പണവും വിവിധ കലാപരിപാടികളും നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 5-ന് അനുസ്മരണ സമ്മേളനം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രഭാകരൻ പുന്നശ്ശേരിക്ക് കേശവഗീതാനന്ദൻ പുരസ്കാരവും കലാമണ്ഡലം കവിതാ ഗീതാനന്ദന് ഗീതാനന്ദം യുവപ്രതിഭ പുരസ്കാരവും സമർപ്പിക്കും. കലാമണ്ഡലം മോഹനകൃഷ്ണൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രഗത്ഭർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അനുസ്മരണ സമ്മേളനത്തിന് ശേഷം ശീതങ്കൻ തുള്ളൽ, കേരള നടനം, ഓട്ടൻതുള്ളൽ, ഭരതനാട്യ കച്ചേരി എന്നിവ നടക്കും. ഗീതാനന്ദാശാനെ പറ്റി പറയുകയാണെങ്കിൽ അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിൽ നിന്നും മായാത്ത ഒരു മുഖവും സ്വഭാവവും എല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് സ്നേഹവും ബഹുമാനവും നൽകുന്ന ഒരു വ്യക്തിയാണ് കലാമണ്ഡലം ഗീതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ 8ാമത്തെ അനുസ്മരണ പരിപാടിയാണ് ജനുവരി 28 ബുധനാഴ്ച, അതായത് നാളെ കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ചിട്ട് നടക്കുന്നത്. കേരള കലാമണ്ഡലവും ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം ശോഭ ഗീതാനന്ദൻ, കലാമണ്ഡലം ശർമിള, കലാമണ്ഡലം ജ്യോതി, കലാമണ്ഡലം ശ്രീജ,
കലാമണ്ഡലം നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓടന്നൂർ കുവളങ്കോട് മേമ്പേടത്ത് ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണവും പണ്ടാരക്കുതിര സൂക്ഷിപ്പ് പുനർനിർമ്മാണവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന കുംഭകലശ ഘോഷയാത്ര ശ്രദ്ധേയമായി. ഓടന്നൂർ കുവളങ്കാട് പറയ സമുദായത്തിലെ പുരാതനമായ മെമ്മേടത്ത് ഭഗവതി ക്ഷേത്രവും മുണ്ടക്കാവിലെ പണ്ടാരക്കുതിര എഴുന്നള്ളിക്കുന്ന മൂലസ്ഥാനമായ ക്ഷേത്രവും ജീർണാവസ്ഥയിലായത് പുനർനിർമ്മിക്കുവാനും പണ്ടാരക്കുതിര സൂക്ഷിക്കുവാനുള്ള പുനർനിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ സമർപ്പണവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കോട്ടായി ചെമ്പയിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരുന്ന ദേശവാസികളുടെ കുംഭകലശ ഘോഷയാത്ര ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വടനകൃഷി ആരബി കലാസമിതി ആൻഡ് ഗ്രന്ഥശാല 52ാം വാർഷികാഘോഷം സമാപിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ആദരസന്ധ്യ, നാടകം എന്നിവയോടെയാണ് 2 ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ഒന്നാമത്തത് ഗ്രാമീണ വായനശാലകളുടെ വാർഷികം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരവസരമാണ്. അതോടൊപ്പം തന്നെ ഭാവിയിൽ എന്ത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന അന്വേഷണവുമാണ്. നമുക്കറിയാം, ഗ്രന്ഥശാലകളെക്കുറിച്ച് അത്ര മെച്ചപ്പെട്ട അഭിപ്രായമല്ല പല ആളുകളും ഇന്ന് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതിന് കഴിയുന്ന വിധം അതിനെ ചിട്ടപ്പെടുത്തുന്നതിന് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് പല രൂപത്തിലായി സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞങ്ങളെല്ലാം വായിച്ചതും വളർന്നതും ആ പുസ്തകങ്ങളിലൂടെയാണ് എന്ന വിവേകത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിച്ച പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ കുറ്റപ്പെടുത്തുന്നതാകട്ടെ പുതിയ തലമുറയെയാണ്. ചെറുപ്പക്കാർക്കൊന്നും ഒരു ഗ്രന്ഥശാലയുമായി വൈകാരികമായ ബന്ധം സ്ഥാപിക്കുന്നതിന് താല്പര്യമില്ല. ഇപ്പോഴും തലനരച്ച കുറെ വൃദ്ധന്മാരും നിയോഗിക്കപ്പെട്ട ചില പ്രവർത്തകരും അടങ്ങുന്ന ഒരു ചെറിയ സംഘത്തിൻ്റെ കയ്യിൽ വായനശാല ഒതുങ്ങിപ്പോകുന്നു എന്നതാണ് പൊതുവെ ഉയർന്നു വരാറുള്ള ഒരു വിമർശനം. അത്തരം വിമർശനത്തിന് സാങ്കത്യമില്ലാതില്ല. പക്ഷേ വായനയുടെ കാര്യത്തിൽ ആളുകൾ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, അത് തികച്ചും തെറ്റായ ഒരു ചരിത്രബോധത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. വായന മരിക്കുകയല്ല, അത് വളർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ കൂടുതൽ കൂടുതൽ ലോകത്തിൻ്റെ ഇതര മേഖലകളുമായി വായന ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആരബി ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി KV ഹരിദാസൻ സ്വാഗതം പറഞ്ഞു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 9 പ്രതിഭകളെയാണ് ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് ഉപഹാരം നൽകി ആദരിച്ചത്. ആരബി വനിതാവേദി പ്രസിഡന്റ് പത്മശ്രീ നന്ദി പറഞ്ഞു. ആദരസന്ധ്യയ്ക്ക് ശേഷം മുഹാദ് വെമ്പായം രചനയും സുരേഷ് ദിവാകരൻ സംവിധാനവും നിർവഹിച്ച കടക്കാവൂർ SS നടനസഭയുടെ വിക്ടറി ആർട്സ് ക്ലബ്ബ് എന്ന നാടകവും അരങ്ങിലെത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് റിപ്പബ്ലിക് ദിന സദസ്സ് സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ, ഫ്രണ്ട്സ് ലൈബ്രറി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി
റിപ്പബ്ലിക് ദിന സദസ്സ് സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഭവിച്ച ചീരാത്തുപറമ്പിൽ ചാമിയെ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് KP സുധീഷിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. എന്നാണ് പറയുക, പല ജാതി മതസ്ഥർ, പല ഭാഷ സംസാരിക്കുന്നവർ, പല വേഷം ധരിക്കുന്നവർ, അവരെല്ലാവരും കൂടി ഒരു രാജ്യത്ത് തമ്മിൽ സാഹോദര്യത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് ആ അവസ്ഥയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റ് രാജ്യത്തെ ശിഥിലമാക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം നമ്മുടെ സൈനികർ വളരെ ശക്തമായി നേരിട്ടുകൊണ്ട് നമുക്ക് കാവലാളായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ആ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുള്ളത്, അതിനെ നയിച്ചത് 2 സ്ത്രീകളാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. വൈസ് ചെയർമാൻ VK അനുരാജ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK സൗമ്യ, കൗൺസിലർമാരായ P അരുൺ, E രാജഗോപാലൻ, K വിനോദ്, M മുരുകൻ, EA ഗീത, ക്ലബിന്റെ ആദ്യ പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ക്ലബ്ബ് സെക്രട്ടറി C ബിജു സ്വാഗതവും ട്രഷറർ PK സഞ്ജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോങ്ങാട് മൗണ്ട് സീന സ്കൂളിൽ നടന്ന മലർവാടി സംസ്ഥാന ബാലചിത്രരചനാ മത്സരം ഗ്രാമപഞ്ചായത്ത് അംഗം ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. A ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. സലീം മുണ്ടൂർ, PTA പ്രസിഡന്റ് നിഷാദ്, കണ്ണൻ, നിർമ്മൽ, ലീന ഹാൻ, ഡോക്ടർ ഫാത്തിമ ഷബ്ന, അൻവർ മാസ്റ്റർ, PU സക്കീർ എന്നിവർ സംസാരിച്ചു. 256 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. സമ്മാന വിതരണവും പഞ്ചായത്ത് അംഗം നിർവഹിച്ചു. ചരമം. കോട്ടായി കീഴത്തൂർ മേലെ വീട്ടിൽ പരേതനായ ചെന്നനെഴുത്തച്ഛൻ്റെ ഭാര്യ രുക്മിണി നിര്യാതയായി. 85 വയസ്സായിരുന്നു. മക്കൾ പരേതനായ ചന്ദ്രൻ, നാരായണൻ, ഓമന, സതി. മരുമകൾ പ്രേമ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ള, ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോൺഗ്രസ്. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച്. CPM ഇപ്പോൾ 2 വിഭാഗങ്ങളാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാപ്പി പറമ്പിൽ MP. ഷൊർണൂർ ആറാണിയിലെ കരിങ്കൽ ക്വാറിയിൽ യുവതിയുടെ മൃതദേഹം. മരിച്ചത് കൂനത്തറ പോണാട് സ്വദേശിനി അലീന. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ക്വാറി ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റം തടയണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. വില കുതിച്ചുയർന്നതോടെ ഏറ്റെടുത്ത നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പാലക്കാട് ജില്ലയിലെ ക്വാറി ഉൽപ്പന്നങ്ങൾ അനിയന്ത്രിതമായി മറ്റ് ജില്ലകളിലേക്ക് കടത്തുന്നത് തടയണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.